ഇന്നലെ അങ്ങ് സംസാരിക്കുന്നതൊക്കെ കേട്ടു. എത്രത്തോളം ഒരു പിന്തുണ അങ്ങ് പ്രതീക്ഷിക്കുന്നുണ്ട്? പെരുമ്പാവൂരിലെ ജനപ്രതിനിധികളുടെ പിന്തുണ എനിക്കുണ്ട് എന്ന് എൻ്റെ ഉറച്ച വിശ്വാസമല്ല, അത് സത്യമാണ്. ഞാൻ വെറുതെ പത്രമാധ്യമങ്ങളുടെ മുന്നിൽ പറയുന്നതല്ല. മുനിസിപ്പൽ ചെയർമാൻ അടക്കമുള്ള, പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള മുഴുവൻ പേരും, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ മുഴുവൻ പേരും എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുകയും എനിക്ക് കത്ത് നൽകിയിട്ടുള്ളതുമാണ്. ഞാൻ ഈ വിവരം നേരത്തെ തന്നെ APCCയിലും AICCയിലും പറഞ്ഞിട്ടുള്ളതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ 20 സിറ്റിംഗ് MLAമാരിൽ എന്നെ മാത്രം മാറ്റുന്നതിൻ്റെ കാരണം എന്താണെന്ന് എനിക്ക് വ്യക്തമല്ല. അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. അവർ ആ സീറ്റ് മാറ്റി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എനിക്ക് AICCന് നേതൃത്വത്തെ പൂർണ്ണമായും എനിക്ക് വിശ്വാസമുണ്ട്. അവരെനിക്ക് സീറ്റ് നൽകും. അങ്ങ് കേരളത്തിലെ നേതാക്കളോട് ഇതിനെപ്പറ്റി എല്ലാം സംസാരിച്ചിരുന്നു, ഇക്കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു. ഇങ്ങനെ ഈ പെരുമ്പാവൂർ മാത്രം മാറ്റിവെക്കുമ്പോൾ ജില്ലയിൽ, പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിൽ വലിയ പ്രതീക്ഷയാണ് UDFനുള്ളത്. അപ്പോൾ അതിന് ആ വിജയത്തെ എല്ലാം ഇത് ഈ ഒരു മാറ്റിവെക്കലും നീട്ടിവെക്കലും ചില അസാരസ്യങ്ങളുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളെല്ലാം പുറത്തു പോകുന്നത് അത് ബാധിക്കുമെന്ന് അങ്ങ് കരുതുന്നില്ല? അല്ല, കേരളത്തിലെ മുഴുവൻ ലീഡേഴ്സും എനിക്ക് അനുകൂലമാണ്. ഞാൻ എന്നാൽ ജയിക്കുമെന്നും എന്നെ മത്സരിപ്പിക്കണമെന്നും അവരെല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ പറയുന്നൊരു ന്യായം, എൻ്റെ കേസുമായി ബന്ധപ്പെട്ട് അടുത്ത പോസ്റ്റിംഗ് ഡേറ്റ് ഇരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ഒരു കേസിൻ്റെ പോസ്റ്റിംഗ് ഡേറ്റ് അന്ന് വിസ്തരിച്ച് വിധി പ്രസ്താവിക്കുകയല്ലോ. എൻ്റെ കേസിൽ കുറ്റപത്രം പോലും വായിച്ചില്ല. അതിലെ A3 ഹൈക്കോടതിയിൽ ഡിസ്ചാർജ് പെറ്റീഷൻ ഫയൽ ചെയ്തിരിക്കുക. അത് ഡിസ്ചാർജ് ചെയ്യേണ്ടി തന്നെ 1-2 മാസം പിടിക്കും. ഞാൻ ഈ കേസിൽ യഥാർത്ഥത്തിൽ പ്രതിയല്ല എന്നും ഞാൻ നിഷ്കളങ്കനാണെന്നും നിരപരാധിയാണെന്നും 100 വട്ടം പറഞ്ഞിട്ടുണ്ട്. ഇവർക്കത് അറിയാം. ഞാൻ മാത്രമല്ലല്ലോ കേസിൽ പ്രതിയായിട്ടുള്ള ആളുള്ളത്. അപ്പോൾ എനിക്ക് മാത്രം എന്നെ മാത്രം എന്തിനു സൈഡ് ലൈൻ ചെയ്യുന്നു എന്നെനിക്കറിയില്ല. എൻ്റെ മണ്ഡലമായി പെരുമ്പാവൂരിൽ കഴിഞ്ഞ 10 വർഷം കൊണ്ട് മുഴുവൻ ജനങ്ങളുമായിട്ട് എനിക്ക് ബന്ധമുണ്ട്. ഞാൻ കഴിഞ്ഞ 1 വർഷമായി 117 ദിവസം വെളുപ്പിന് 4:30 മണി മുതൽ എണീറ്റ് രാവിലെയുള്ള പ്രഭാത കാര്യങ്ങൾ കഴിഞ്ഞ് ബൈബിൾ വായിച്ച് പ്രഭാത നമസ്കാരം കഴിഞ്ഞ് 5:45 മണിക്ക് വീട്ടിലെത്തി 6 മണി മുതൽ 11 മണി വരെ എല്ലാ ഭവനങ്ങളിലും കയറി ഇറങ്ങി ഗ്രാമയാത്ര നടത്തി ജനങ്ങളെ കണ്ട്, ആ ഗ്രാമയാത്രയിൽ 15,000 വീടുകൾ കയറി എന്നുള്ളത് സത്യമാണ്. മുഴുവൻ പേരുടെയും ലിസ്റ്റ് എൻ്റെ കൈവശമുണ്ട്. അവരെല്ലാം എനിക്ക് പിന്തുണയാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അതിൽ പങ്കെടുത്തിട്ടുണ്ട്. ശ്രീ രമേശ് ചെന്നിത്തല പങ്കെടുത്തു. എല്ലാ ലീഡേഴ്സും അതിൽ പങ്കെടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല, അവിടുത്തെ ആളുകളുടെ പൂർണ്ണമായ പിന്തുണ എനിക്കുണ്ട്. എനിക്ക് ഏറ്റവും ചുരുങ്ങിയത് 15,000 വോട്ടിന് ജയിക്കാൻ കഴിയും. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എൻ്റെ സീറ്റ് പ്രഖ്യാപിക്കാതെ മാറ്റിവെക്കുന്നത് എന്നിൽ വലിയ ദുഃഖവും അമർഷവുമുണ്ട്. ഞാനൊരു സാധാരണ രാഷ്ട്രീയ പ്രവർത്തകരാണ്. എൻ്റെ നേതാവായി എന്നെ സപ്പോർട്ട് ചെയ്തത് എന്നും PP തങ്കച്ച സാറായിരുന്നു. അദ്ദേഹം മരണപ്പെട്ടു പോയി. അദ്ദേഹത്തിൻ്റെ വിയോഗം എനിക്ക് വലിയൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ. ഇതുവരെയും പെരുമ്പാവൂരിലെ സീറ്റിൽ വരുമ്പോൾ അദ്ദേഹം പറയുന്നത് കേട്ട് അത് മാറ്റിവെക്കാൻ പോലും തയ്യാറായിട്ടില്ല. 2 ടീമിലും എന്നെ പിന്തുണച്ചത് ശ്രീ PP തങ്കച്ച സാറാണ്. അപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ വിയോഗം വന്നപ്പോൾ തന്നെ എന്നെ സൈഡ് ലൈൻ ചെയ്യാനും എന്നെ ഇല്ലാതാക്കാനും രാഷ്ട്രീയ പാർട്ടിയിലെ ആരും ശ്രമിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കത് നന്നായി ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് നാളുകളായി എനിക്കത് ഫീൽ ചെയ്യുന്നു. ഞാൻ ഇന്ന് ഡൽഹിയിൽ വന്നത് ബഹുമാനപ്പെട്ട എൻ്റെ നേതാക്കന്മാരെ കാണാൻ വേണ്ടിയിട്ടാണ്. രമേശ് ചെന്നിത്തലയുമായി ഇന്നലെ രാത്രി ഞാൻ കൂടിക്കാഴ്ച നടത്തി. അദ്ദേഹം രാവിലെ നാട്ടിലേക്ക് തിരിച്ചു. അദ്ദേഹം പൂർണ്ണ തോതിൽ എല്ലാവർക്കും കത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു കാരണവശാലും മാറ്റരുതെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ന് പ്രതിപക്ഷ നേതാവുമായി സംസാരിക്കും. പ്രതിപക്ഷ നേതാവ് എനിക്ക് വേണ്ടി ആർഗ്യൂ ചെയ്ത ആളാണ്. ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് എനിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന ആളാണ്. അവരെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ അവർക്കെല്ലാം നാട്ടിലെ കാര്യങ്ങൾ അറിയാം. ഞാൻ പറയുന്നത്, എൻ്റെ മണ്ഡലത്തിലെ മുഴുവൻ പഞ്ചായത്ത് പ്രസിഡന്റിനെയും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനെയും അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളെയും മുനിസിപ്പൽ ചെയർമാനെയും കൗൺസിലേഴ്സും ഒക്കെ വിളിക്ക്. അവരിൽ നല്ലൊരു ശതമാനം 75% ജനപ്രതിനിധികൾ മുഴുവൻ എന്നെ പിന്തുണയ്ക്കെങ്കിൽ മാത്രമേ എനിക്ക് സീറ്റ് തന്നാൽ മതി. മുഴുവൻ ബൂത്ത് പ്രസിഡന്റുമാരെ വിളിക്കുക. അവരിൽ 75% മുകളിൽ എനിക്ക് പിന്തുണയുണ്ട്. വാർഡ് പ്രസിഡന്റുമാരെ വിളിക്കുക, കോൺഗ്രസ് ഭാരവാഹികളെ വിളിക്കുക. അവർക്കൊന്നും അവിടെ ഗ്രൂപ്പീസൊന്നുമില്ല. ഞാൻ ചെയ്ത കാര്യങ്ങൾ, ഞാൻ MLA ആയി വന്നതിന് ശേഷം ആദ്യം ചെയ്തത് പെരുമ്പാവൂരിൽ കോൺഗ്രസിൻ്റെ ഓഫീസ് ഉണ്ടാക്കിയ ഞാൻ 10 ദിവസം നടന്നു. 90 ലക്ഷം രൂപയാണ് ഞാനും രാഷ്ട്രീയത്തിൽ ഞങ്ങളുടെ സഹപ്രവർത്തനം കൂടി ഒരുമിച്ച് നടന്ന് ഞങ്ങൾ പിരിച്ച് മനോഹരമായൊരു ഓഫീസ് അവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് പെരുമ്പാവൂരിൻ്റെ ചരിത്രത്തിൽ എന്ത് വന്നാലും രേഖപ്പെടുത്താൻ പറ്റുന്ന കാര്യങ്ങൾ, കോൺഗ്രസ് ഓഫീസ് എല്ലാ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയും പിടിച്ചു. ഇന്ന് വരെയും പിടിച്ചിട്ടില്ലല്ലോ. എല്ലായിടത്തും അധികാരം കിട്ടി. അങ്ങനെ എല്ലാം കൊണ്ടും നിറഞ്ഞു നിൽക്കുമ്പോഴാണ് എൻ്റെ സീറ്റ് മാത്രം മാറ്റിവെച്ചിട്ട്
ഈ ഒരു ബുദ്ധിമുട്ട് എന്നിൽ ഉണ്ടാക്കും. കേരളത്തിലെ കോൺഗ്രസ് നമ്മൾ എല്ലാ കാലത്തും പറയാറുണ്ട് ഗ്രൂപ്പിസമാണ് ഏറ്റവും വലിയ ശാപമായിട്ട് കോൺഗ്രസിൽ ഉണ്ടായിരുന്നത് എന്നുള്ളത്. ഇപ്പോൾ പക്ഷേ ഇപ്പോൾ അങ്ങ് പറഞ്ഞ വാക്കുകളിൽ നിന്ന് തങ്കച്ചൻ സാർ അങ്ങേക്ക് എത്രമാത്രം ഒരു സംരക്ഷണം നൽകിയത്. അപ്പൊ അദ്ദേഹം പോയതിനു ശേഷം അത്തരത്തിലൊരു സംരക്ഷണം ഇല്ലാത്തതാണോ താങ്കളെ ഇങ്ങനെ ഒറ്റപ്പെടുത്താൻ ഒരു കാരണമായിട്ട് താങ്കൾ കരുതുന്നത്? എനിക്ക് ഏറ്റവും വലിയ ശക്തി തങ്കച്ചൻ സാർ തന്നെയായിരുന്നു. അദ്ദേഹം ഇല്ലാത്തത് എന്നിൽ പ്രശ്നം സൃഷ്ടിച്ചിട്ടുണ്ട്. എങ്കിലും മറ്റു നേതാക്കന്മാർ എനിക്ക് വേണ്ടി ശക്തമായി നിലപാടെടുത്ത് നിൽക്കുന്നുണ്ട് എന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. എൻ്റെ നിരപരാധിത്വവും എൻ്റെ പ്രാധാന്യവും ജനങ്ങൾക്ക് എന്നിലുള്ള വിശ്വാസവും കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം തിരിച്ചറിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ അതിനുവേണ്ടി കാത്തു നിൽക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് വേറെ രീതിയിലുള്ള ബുദ്ധിമുട്ടില്ല. ഞാൻ ഇന്ന് അവരെല്ലാം കാണാൻ ശ്രമിക്കുന്നുണ്ട്. കാണാൻ അവസരം നൽകി ഞാൻ അവരെല്ലാവരും കാണും. AICCക്ക് ഞാൻ ഓൾറെഡി പരാതി കൊടുക്കുന്നുണ്ട്. AICC പ്രസിഡന്റ് പരാതി കൊടുക്കുന്നുണ്ട്. എൻ്റെ ഹിയർ ദ അതർ സൈഡ്, എൻ്റെ സൈഡ് കേൾക്കണ്ടേ? എന്നെ മാറ്റുമ്പോൾ എൻ്റെ സൈഡ് കേൾക്കണ്ടേ? ഞാൻ എന്താണ് ചെയ്ത കുറ്റം എന്ന് എന്നോട് പറയണ്ടേ? ഒരു വിചാരണയില്ലാതെ എന്നെ ശിക്ഷിക്കുന്നത് ശരിയാണോ? അപ്പം എത്രയോ കേസുകൾ, വളരെ പ്രധാനപ്പെട്ട കേസുകൾ, അതിലും വലിയ കേസുകളുള്ള ആളുകൾ ഒക്കെ മത്സരിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ കേസിൽ ഒരു നിമിഷം പോലും ജയിലിൽ പോയിട്ടില്ല. ഏറ്റവും കീഴ്ക്കോടതി എൻ്റെ കേസ് എന്ന അന്ന് തന്നെ നോക്കിയിട്ട് എനിക്ക് ജാമ്യം തന്നു. തട്ടിപ്പ് കേസാണെന്ന് കോടതി, ഹൈക്കോടതി ഒക്കെ പറഞ്ഞു. ഞാൻ ആകെ ജയിലിൽ പോയിട്ടുള്ള KSU രാഷ്ട്രീയത്തിൽ സമരം നടത്തിയിട്ടാണ് ജയിലിൽ പോയിട്ടുള്ളൂ. അപ്പോൾ ഇത്തരം വളരെ ഇന്നസെൻ്റ് ആയിട്ട് വളരെ സത്യസന്ധമായി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനമാണ് ഞാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായപ്പോൾ അഴിമതിരഹിത ജില്ലാ പഞ്ചായത്ത് ബോർഡ് വെച്ച ആളാണ് ഞാൻ. ആ ബോർഡ് ഇന്ന് അവിടെ ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. കള്ളവും ചതിയും അഴിമതിയും സ്വജനപക്ഷപാതവും ഇല്ലാതെ നാട് ഭരിച്ച മഹാബലി ചക്രവർത്തിയെ പോലെ തന്നെ സത്യസന്ധമായി പ്രവർത്തിക്കുന്നുണ്ട്. ഞാനൊരു അഴിമതി ചെയ്യാറില്ല, ഞാനൊരു കൈക്കൂലി വാങ്ങാറില്ല, ഞാനൊരു കമ്മീഷൻ മേടിക്കാറില്ല. എനിക്കിന്ന് ഇലക്ഷൻ മത്സരിക്കാൻ പോലും എൻ്റെ കയ്യിൽ പണമില്ല. പക്ഷെ ജനങ്ങൾ എന്നെ സഹായിക്കാറുണ്ട്. ആ രീതിയിലാണ് ഓരോ കാര്യങ്ങൾ മുന്നോട്ട് പോവുക. അപ്പോൾ എന്തുകൊണ്ടാണ് എന്നെ മാറ്റി നിർത്തുന്നത് എന്ന് എനിക്കറിയില്ല. എന്ന് പറഞ്ഞ വാക്കുകളിൽ നിന്ന് സംസ്ഥാനത്തെ എല്ലാ നേതാക്കളും അങ്ങേക്കൊപ്പമാണ്. ഇപ്പോൾ രമേശ് ചെന്നിത്തല സാർ ആയാലും അല്ലെങ്കിൽ VD സതീശൻ ആയാലും എല്ലാവരും അങ്ങേക്കൊപ്പമാണ്. പിന്നെ എവിടെ നിന്നാണ് ഈ ഒരു സമ്മർദ്ദം കൂടുന്നത്? കാരണം പ്രത്യേകിച്ച് സഭയുടെ കൂടി ഒരു പിന്തുണയുള്ള ആളാണ് അങ്ങ്. എന്തുകൊണ്ടാണ്, എവിടെ നിന്നാണെന്നാണ് ഒരു സൂചനയായിട്ടെങ്കിലും അങ്ങ് പറയുന്നത്? അല്ല, സഭാ നേതൃത്വം എനിക്ക് എന്നും പിന്തുണയാണ്. ഞാൻ ഉയർന്നു വന്നത് എൻ്റെ ദേവാലയത്തിലാണ്. എൻ്റെ ദേവാലയത്തിലെ പള്ളിയിൽ മണിയടിക്കുന്ന ആളാണ് ഞാൻ. 13 വർഷം പള്ളിയിൽ മണിയടിച്ചിട്ടുണ്ട്. എന്ത് ചർച്ചകളിലൂടെ എൽദോസ് കുന്നപ്പള്ളിക്ക് അനുകൂലമായി തന്നെ കാര്യങ്ങൾ വരുമോ എന്ന് കണ്ടറിയാം. നമുക്ക് അതിനായി കാത്തിരിക്കാം. വിഷ്ണു പ്രസാദിനൊപ്പമാണ് എൽദോസ് കുന്നപ്പള്ളി ദില്ലിയിൽ നിന്നും ചേർന്നത്. മാതൃഭൂമി ന്യൂസിനോട് സംസാരിച്ചത്.